കാര്യങ്ങൾ സുഹൃത്തുക്കളെ കൈവിടുകയാണ്. ഇതുവരെ ഫാഷിസം നമ്മുടെ രാജ്യത്തെ വിഴുങ്ങാൻ പോകുന്നു എന്നായിരുന്നു നമ്മൾ പറഞ്ഞതെങ്കിൽ ഫാഷിസം വിഴുങ്ങിക്കഴിഞ്ഞു എന്നേ ഇനി പറയാൻ പറ്റുള്ളൂ. ബീഹാർ ഇലക്ഷന്റെ റിസൾട്ട് വന്നതോടുകൂടി ഫാഷിസത്തിന്റെ പൂർണ്ണമായ പിടിയിൽ നമ്മുടെ രാജ്യം പെട്ടുകഴിഞ്ഞു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുകയാണ് ഇനി മാർഗമുള്ളൂ. സത്യത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചു എന്നൊന്നും പറഞ്ഞുകൂടാ. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിതൊക്കെ ചെയ്യും. എന്ത് വൃത്തികേട്, എന്ത് അമാന്യമായ, മര്യാദയില്ലാത്ത, ഒരു മൂല്യവും തത്വവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ അജണ്ടകൾക്ക് എന്ത് വൃത്തികേടുകളും ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് ഇവര്. ഇതൊക്കെ ഒരു മതത്തിന്റെ പേരിൽ നടത്തുന്നു എന്നുള്ളത് വലിയ വിരോധാഭാസമാണ് എന്നത് ശരി. പക്ഷെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നല്ല വിഷയം. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് 100 വർഷം അവരുടെ ലബോറട്ടറിയിൽ അവര് ഒരുക്കി പരീക്ഷിച്ച് വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ ആസൂത്രണങ്ങളും ചെയ്ത ഒരു കാര്യമാണ് അവർ രാജ്യത്ത് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ നേരിടാൻ പോകുന്നു, രാജ്യം എങ്ങനെ നേരിടാൻ പോകുന്നു, പ്രതിപക്ഷം എങ്ങനെ നേരിടാൻ പോകുന്നു, പൊതുജനം എങ്ങനെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണല്ലോ കാര്യം. നമ്മുടെ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാജ്യത്ത് പലയിടങ്ങളിലും ഈ സംഭവം വളരെ വിശദമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചു. പക്ഷെ അങ്ങനെ പങ്കുവച്ചതുകൊണ്ട് അത് രാജ്യത്തെ അറിയിച്ചതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുകയില്ല എന്നാണ് ബീഹാർ ഇലക്ഷൻ തെളിയിക്കുന്നത്. കാരണം അതൊക്കെ പങ്കുവെക്കുമ്പോഴും സംഘപരിവാർ വിചാരിക്കുന്നത് എന്താ, രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രതിപക്ഷം എന്താച്ചെങ്കിലും ചെയ്തോട്ടെ, അതൊന്നും ഈ രാജ്യത്ത് വിലപ്പോകാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുറെ ഇൻഫർമേഷൻ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതല്ലല്ലോ. ഇപ്പൊ നമ്മള് ഈ വോട്ട് ചോരിയുടെ എല്ലാ വിശദാംശങ്ങളും തെളിവ് സഹിതം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഒരു PPT കൊണ്ട് അല്ലെങ്കിൽ വോട്ട് ചോരിയുടെ ഒരു കേവലമായ യാത്ര 1500 കിലോമീറ്റർ സഞ്ചരിച്ച് ഇതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന അത്ര നിസ്സാരമല്ല. കാരണം ആന കുത്തിയാലും വീഴാത്ത അത്രയും ഭദ്രമായ ഒരു സംവിധാനം ഇവരുണ്ടാക്കി കഴിഞ്ഞു. അതിനെ വീഴ്ത്തണമെങ്കിൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ മതിയാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറെ ഇൻഫർമേഷൻസ് ജനങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ ആരായിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്? 50% ആളുകൾ നിരക്ഷരരായ, ഇതൊന്നും അറിയാത്ത, ഇങ്ങനൊരു സംഭവമേ അറിയാത്ത നോർത്ത് ഇന്ത്യയിലെ പൊതുജനങ്ങളെ സംബന്ധിച്ച് നമ്മൾക്കറിയാലോ. അങ്ങനെയുള്ള ഒരു കൂട്ടരോട് നമ്മൾ ഈ വോട്ട് ചോരിയെ സംബന്ധിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് ശേഖരിച്ച് പത്രസമ്മേളനം നടത്തി പരിഹരിക്കാൻ പറ്റുന്നതല്ല ഈ പ്രശ്നം. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ്, വിവരങ്ങളെ എങ്ങനെ സ്ട്രാറ്റജിക്കലി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ രാജ്യത്തെ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ആലോചിക്കുന്നത് എന്ത് വോട്ട് ചോരി നടന്നാലും കുഴപ്പമില്ല, അവരുടെ അക്കൌണ്ടിൽ 10,000 രൂപ വരുന്നതാണ് വോട്ട് ചോരി എന്ന് പറയുന്ന ഈ ജനാധിപത്യത്തെ മുഴുവൻ കശാപ്പ് ചെയ്യുന്ന ഈ തോന്നിവാസത്തെക്കാൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അവർക്ക് അവരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ 10,000 രൂപ വീഴുന്നു എന്നുള്ളതാണ്. അവർക്ക് മനസ്സിലാവുന്ന ഭാഷ അതാണ്. അതിന് പകരമായിട്ട് നമ്മൾ വോട്ട് ചോരി എന്ന് ആവർത്തിച്ചതുകൊണ്ട് യാതൊരുവിധ കാര്യമില്ല. നമ്മൾ സത്യത്തിൽ ഒരു വമ്പിച്ച ജനകീയ പ്രക്ഷോഭം, അതായത് നമ്മുടെ രാജ്യം എങ്ങനെയാണോ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണോ ഗാന്ധിജിയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര നേതാക്കളും ചെയ്തത്, അതുപോലെ വമ്പിച്ച ജനങ്ങളെ മുഴുവനും ഒരു മാസ് മൊബിലൈസേഷൻ
നടത്തി ജനങ്ങളെ മുഴുവനും തെരുവിലിറക്കിയും ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയും വേണ്ടുവന്നാൽ ഇലക്ഷൻ, ഇതുപോലുള്ള ഇലക്ഷൻ, ഇലക്ഷന് ഈ വോട്ട് ചോരി ആരോപിക്കുമ്പോൾ തന്നെ ആ ഇലക്ഷനിൽ പോയി പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വോട്ട് ചോരി നടക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ തന്നെ അതിനെ ഒരു നിയമാനുസൃതമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ വേണ്ടി വന്നാൽ ഇലക്ഷനെ ബഹിഷ്കരിച്ചും ഈ തോന്നിവാസത്തോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ജനങ്ങളെ മുഴുവനും കൂട്ടം കൂട്ടമായിട്ട് ഇന്ത്യ രാജ്യത്തെ ഈ 150 കോടി ജനങ്ങളിൽ ഭൂരിപക്ഷത്തെയും തെരുവിലിറക്കി വമ്പിച്ച പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിൽ ഇനി പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇത് ചില സുഹൃത്തുക്കൾ, നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ ഒരു കോൺഗ്രസിന്റെ ഒരു പ്രശ്നമായിട്ട് മനസ്സിലാക്കുന്നത് വലിയ വിചിത്രമായി തോന്നി. കാരണം ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നമല്ലല്ലോ, ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ഏത് പാർട്ടി ആവട്ടെ, നിങ്ങൾക്ക് ഈ രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഈ RSSന്റെ സംഘപരിവാറിന്റെ മേധാവിത്വം അവസാനിപ്പിച്ചെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ പൌരന്റെയും ബാധ്യതയാണ്. സെക്യുലറിസത്തെ, മതനിരപേക്ഷതയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോ പൌരന്റെയും ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുമ്പോൾ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭങ്ങൾ വെച്ചുകൊണ്ട്, രാഷ്ട്രീയ താൽപര്യങ്ങൾ, സംഘടനാ താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ഒരു വലിയ സംഭവത്തെ നോക്കിക്കാണുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. അപ്പോ നമ്മളെ ഇതിനെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പ്രക്ഷോഭമായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനി നമ്മുടെ രാജ്യത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ കൂട്ടത്തിൽ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇന്ത്യ രാജ്യത്ത് ഈ ഫാഷിസം പിടിമുറുക്കുമ്പോൾ അതിന്റെ വലിയ ഇരകൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷമാണ്. ഇപ്പോ 60 ലക്ഷം 65 ലക്ഷം ബീഹാറിലെ SIR-യിലൂടെ പുറത്താക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാണ് ഭൂരിപക്ഷം? എവിടെയും ഈ SIR നടത്തുമ്പോൾ അതിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് ആരാ? മുസ്ലിം സമുദായമാണ്, ന്യൂനപക്ഷമാണ്. അപ്പോ അവര് ഈ പ്രക്രിയയിൽ എങ്ങനെ പങ്കുചേരുന്നു, അവരെങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമ്മളെ ഓരോ പൌരന്മാരുടെയും ഒരു ബാധ്യതയായി മനസ്സിലാക്കി ഇപ്പോൾ ഈ രാജ്യത്ത് എല്ലാവരും ജാഗ്രതയോടുകൂടി ജാഗരൂകരായിട്ട് മുന്നോട്ട് വന്ന് ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടിയുള്ള നടപടികളാണ് ആവശ്യം. ഇന്ന് നമുക്ക് പ്രക്ഷോഭം നടത്താം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങൾക്ക് പ്രക്ഷോഭം നടത്താം, നാളെ നിങ്ങൾക്ക് പ്രക്ഷോഭം പോലും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് രൂപപ്പെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഉള്ള ജനാധിപത്യത്തെയും ഇപ്പോൾ ഉള്ള രാജ്യത്തെ സ്വാതന്ത്ര്യത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രംഗത്തിറങ്ങിയെങ്കിലേ നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. സർവശക്തൻ സഹായിക്കട്ടെ.